ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. റെസ്ലിംഗ് ന്യൂസ് മലയാളത്തിൻ്റെ പുതിയൊരു ന്യൂസ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോമൻ റെയിൻസിനെ സംബന്ധിക്കുന്ന ഒരു വലിയൊരു വാർത്ത ഇന്ന് പുറത്തു വന്നത് ആ ഒരു ന്യൂസാണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. റോമൻ റെയിൻസിൻ്റെ ആ ഒരു അസുഖത്തിൻ്റെ ഒരു അപ്ഡേഷൻ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ റോമൻ റെയിൻസിനെ സംബന്ധിക്കുന്ന ഒരു വലിയൊരു വാർത്ത പുറത്തു വന്നത് റോമൻ റെയിൻസിൻ്റേതായിട്ട് പുറത്തിറങ്ങാൻ പോകുന്ന ഒരു പുതിയ മൂവി, ഹോളിവുഡ് മൂവിയെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. റോമൻ റെയിൻസ് തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ വഴി അദ്ദേഹം പങ്കുവച്ചത്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കസിൻ്റെ കൂടെയാണ് അദ്ദേഹം ഈ ഒരു സിനിമയിൽ ഭാഗമാകുന്നത്. അദ്ദേഹത്തിൻ്റെ കസിൻ നമുക്കറിയാം, ഡ്വെയ്ൻ ജോൺസൺ എന്ന യഥാർത്ഥ പേരിലുള്ള WWE കാലത്തെ മികച്ച സൂപ്പർ സ്റ്റാർ റോക്കാണ് അദ്ദേഹത്തിൻ്റെ കസിൻ ബ്രദറാണ്. അപ്പോൾ റോക്ക് പ്രധാന റോളിലെത്തുന്ന ഹോപ്സ് ആൻഡ് ഷോ എന്ന് പറയുന്ന ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആ ഒരു ടീമിൻ്റെ തന്നെ ഒരു പുതിയൊരു അപ്കമിങ് മൂവിയാണ്. ആ ഒരു മൂവിയുടെ ഭാഗമായിട്ട് റോക്കിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഡ്വെയ്ൻ ജോൺസൺ ചെയ്യുന്ന ലൂക്ക് ഹോബ്സ് എന്ന് പറയുന്ന ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കസിൻ റോക്കാണ്. അപ്പോൾ റോക്കിൻ്റെ അനുജൻ്റെ ഒരു അനുജനായിട്ടാണ് റോമൻ റെയിൻസ് ഈ ഒരു ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റേതായിട്ട് ഈ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെയും മറ്റുമുള്ള ചില ഫോട്ടോസ് അദ്ദേഹം റോക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചു. അപ്പോൾ അതോടൊപ്പം തന്നെ റോമൻ റെയിൻസും അദ്ദേഹത്തിൻ്റേതായിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഈ ഒരു വിവരങ്ങൾ, പുതിയതായിട്ടുള്ള മൂവിയെക്കുറിച്ചും ഒപ്പം അദ്ദേഹത്തിൻ്റെ അസുഖത്തെക്കുറിച്ചും അദ്ദേഹം ആദ്യമായി ഓപ്പണായിട്ട് ഈ ഒരു തിരിച്ചുപോക്കിന് ശേഷം, WWE നിന്നുള്ള ആ ഒരു പോക്കിന് ശേഷം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ തീരെ ആക്റ്റീവ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ റോമൻ റെയിൻസിൻ്റെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒന്നും പുറം ലോകം കൂടുതൽ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ഓപ്പണായിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് പ്രതികരിക്കുന്നത് ആദ്യമായിട്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വളരെയധികം റിക്കവറായി കഴിഞ്ഞു എന്ന് മാത്രമാണ്. പക്ഷേ എന്ന് റിട്ടേൺ ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും അദ്ദേഹം ആ ഒരു പോസ്റ്റിലൊന്നും പറഞ്ഞിട്ടില്ല, വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിട്ടേൺ ഡേറ്റും ഒന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിൽ തന്നെ അദ്ദേഹം വളരെയധികം റിക്കവറായി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു മൂവി അതിൻ്റെ ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 10 ലണ്ടനിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം 2018 ഒക്ടോബർ 22 റോമൻ റെയിൻസ് ടൈറ്റിൽ ഉപേക്ഷിച്ചുകൊണ്ട് WWE നിന്ന് ഈ ലുക്കീമിയ ബാധിതനായി എന്ന വിവരം അറിയിച്ചുകൊണ്ട് പോകുന്നത്. ഇത് ഒക്ടോബറിൽ 22 റോമൻ റെയിൻസ് പോകുന്നു. ഇത് സെപ്റ്റംബറിലാണ് ഇതിൻ്റെ ഫോട്ടോഷൂട്ട് നടന്നിട്ടുള്ളത്, ഈ ഒരു ഫിലിമിൻ്റെ. ഒപ്പം അതിൻ്റെ ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. എങ്കിലും ആ ഒരു മൂവിയെ റോമൻ റെയിൻസിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്, ഷൂട്ടിംഗ് കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം. പിന്നെ ഈ ഒരു സിനിമയുടെ റിലീസ് നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് 2, 2019 ഓഗസ്റ്റ് 2 ഇതിൻ്റെ ഒരു റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യൂണിവേഴ്സൽ പിക്ചേഴ്സാണ് ഈ ഒരു സിനിമയുടെ നിർമ്മാതാക്കൾ. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൂക്ക് ഹോബ്സ് എന്ന കഥാപാത്രത്തിൻ്റെ അനുജനായിട്ടാണ് റോമൻ റെയിൻസ് ഈ ഒരു ചിത്രത്തിലെത്തുന്നത്. അപ്പോൾ റോമൻ റെയിൻസിനെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന നമുക്കെല്ലാവർക്കും പ്രതീക്ഷ നൽകുന്നൊരു വാർത്തയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസുഖത്തെക്കുറിച്ചുമുള്ള ഒരു നല്ലൊരു അപ്ഡേഷനും കൂടിയാണ് ഈ ഒരു ന്യൂസിലൂടെ കിട്ടിയിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒപ്പം നിങ്ങൾക്കറിയാവുന്ന ന്യൂസുകളും എന്നോട് കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിലൂടെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.